ഹദീസ് എടുത്തോണ്ട് വരുന്നത് പോലെ നിങ്ങൾ എടുത്തോണ്ട് വരരുത്. നിങ്ങളുടെ പുസ്തകമാണ്. നിങ്ങളുടെ പുസ്തകത്തിന്റെ താഴെ നിങ്ങളുടെ വിശ്വാസികൾ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങൾ അവരെ പ്രതിനിധീകരിച്ച് നിങ്ങളൊരു ക്രൈസ്തവ പണ്ഡിതനായിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ആളാണ്. ഞങ്ങൾ ഇത് നാളെ ഒരു ക്രൈസ്തവ പണ്ഡിതൻ ഇവിടെ കയറി വന്നിട്ട് ബൈബിൾ എഴുതി ചേർത്തതാണ്, എഴുതി ചേർത്ത വചനമാണ് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളിട്ട് എങ്ങനെ ഉണ്ടാവും? ഹലോ, ഞാൻ ഹദീസ് പണ്ഡിതനാണ്, ഞാൻ ക്രൈസ്തവ പണ്ഡിതനല്ല. ഒലക്കെയാണ് നിങ്ങൾ സ്വന്തം പുസ്തകം നിങ്ങൾക്ക് അറിയില്ല, പിന്നെ ഹദീസ് പണ്ഡിതം കൊടുക്കാണ്. നിങ്ങൾ കയ്യിലുള്ള പുസ്തകം നിങ്ങൾക്ക് അറിയില്ല, പിന്നെയാണ് നിങ്ങൾ ഹദീസ് പണ്ഡിതം ആക്കാൻ പോണത്. ലിങ്ക് ഇടും. ലിങ്ക് ഞങ്ങൾക്ക് വേണം. നിങ്ങൾ പണ്ഡിതനാന്ന് അറിയില്ല എനിക്ക്. എന്തൊക്കെ പണ്ഡിതരാണ്. ലിങ്ക് ഇട്ട് അതിന് വേണം പണ്ഡിതന്മാർക്ക് ലിങ്ക് ഇട്ട് കൊടുക്കണം. പണ്ഡിതന്മാർക്ക് അറിയില്ല. ആരാ പറഞ്ഞത് ഹദീസിന്റെ പണ്ഡിതാന്ന്? ആരാണ് പറഞ്ഞത് ഞാൻ ഹദീസിന്റെ പണ്ഡിതൻ? ഞാൻ ഹദീസിന്റെ പണ്ഡിതല്ല, എനിക്ക് ഹദീസ് കൂടുതൽ അറിയാന്ന് പറഞ്ഞേക്കണത്. ഞാൻ ഈ റൂമിൽ ഉണ്ടായിരുന്നു. സ്തുതി കള്ളം പറയരുത്.